നമസ്കാരം ഫ്രണ്ട്സ്, ഫോക്കസ് മല്ലുവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു 5-6 വർഷം മുന്നേ യൂട്യൂബ് എന്നത് മലയാളികളുടെ ഇടയിൽ ഒരു അപരിചിതമായൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അന്ന് യൂട്യൂബിലൂടെ ഒരു കരിയർ ഉണ്ടാക്കുക എന്നത് വിശ്വസിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് യൂട്യൂബ് എന്നത് മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അമ്മമാർ മുതൽ ചെറിയ കുട്ടികൾ വരെ ഇന്ന് യൂട്യൂബിലെ വീഡിയോകൾ ആസ്വദിക്കുന്നവരാണ്. യൂട്യൂബ് കേരളത്തിലെ ആസ്വാദകരെ മാത്രമല്ല, ക്രിയേറ്റേഴ്സുകളെയും വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് ലക്ഷങ്ങൾ വരുമാനം ലഭിക്കുന്ന യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ വളരുന്നത് ആ വീഡിയോയിലെ എൻഗേജ്മെൻറ്റും സബ്സ്ക്രൈബർ കൗണ്ടും ലൈക്സും പോലുള്ള മാനദണ്ഡങ്ങൾ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ടോപ്പ് 10 മലയാളി യൂട്യൂബേഴ്സ്. അതിനായി ഉപയോഗിച്ചിരിക്കുന്ന മാനദണ്ഡം സബ്സ്ക്രൈബർ കൗണ്ട് തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളത്തിലെ യൂട്യൂബ് ചാനലുകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ടോപ്പ് 10 മലയാളി യൂട്യൂബേഴ്സ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ലോകം ഒന്നടങ്കം കൊറോണ എന്ന മഹാമാരിയുമായി യുദ്ധം ചെയ്യുമ്പോൾ ഓൺലൈനിൽ മറ്റൊരു യുദ്ധം തുടങ്ങിവെച്ച അർജുൻ എന്ന യൂട്യൂബറെ പറ്റിയാണ്. റോസ്റ്റിംഗ് എന്ന ആ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് ടിക്ടോക്കിലെ ആളുകളെ നർമ്മശൈലിയിൽ നിരൂപണം ചെയ്യുന്ന arjyou ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. അർജുൻ്റെ വീഡിയോ ക്ലിക്കായതിനു ശേഷം ടിക്ടോക്കിൻ്റെ റേറ്റിംഗ് വരെ താഴെ പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരാഴ്ച കൊണ്ട് 1 മില്യന് മുകളിൽ സബ്സ്ക്രൈബേഴ്സാണ് അർജുൻ്റെ ചാനലിൽ ലഭിച്ചത്. അത് തീർച്ചയായും മലയാളി യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് ഒരു അംഗീകാരവും പ്രചോദനവും ആണ്. ഇനിയും പുതിയ പുതിയ അർജുനുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ടോപ്പ് 10 യൂട്യൂബേഴ്സ്, മലയാളി യൂട്യൂബേഴ്സ് എന്ന വീഡിയോ തയ്യാറാക്കാനായി ഞാൻ മെയിനായി എടുത്തിരിക്കുന്ന മാനദണ്ഡം സബ്സ്ക്രൈബർ കൗണ്ട് തന്നെയാണ്. കേരളത്തിലെ മലയാളം യൂട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ കൗണ്ട് ഉള്ള ആളുകളെ ആണ് ഞാൻ ഇന്ന് ടോപ്പ് 10 ലിസ്റ്റിലേക്ക് ചേർത്തിരിക്കുന്നത്. നമ്പർ 10, അൺബോക്സിംഗ് ഡ്യൂഡ്. 2017 സാലി എന്ന യുവാവ് അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന പേരിൽ തുടങ്ങിയ ഒരു ടെക് ചാനലാണ്. ഏകദേശം 800-ന് മുകളിൽ വീഡിയോകൾ സലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെക്കിൽ നിന്നും മാറി ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ്, ഗെയിം സ്ട്രീമിംഗ് അൺബോക്സിംഗ് ഡ്യൂഡ് ഇപ്പോൾ ചെയ്യാറുണ്ട്. കൺസിസ്റ്റൻസിയാണ് സലീഹിൻ്റെ ഏറ്റവും വലിയ വിജയം. തുടർച്ചയായി ദിവസേന വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു നല്ല ഫോളോവർ ബേസ് സലീഹിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്പർ 9, മിയ കിച്ചൺ. 2013 തുടങ്ങിയ ചാനൽ 2020 ആയപ്പോഴേക്കും ഏകദേശം 1400-ന് മുകളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1.41 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് മിയ കിച്ചൺ എന്ന ചാനലിന് ലഭിച്ചത്. കുക്കിംഗ് ആണ് മിയയുടെ ചാനലിൽ ഉള്ളത്. നല്ല നാടൻ വിഭവങ്ങൾ മലയാളത്തിൽ സിമ്പിളായി എങ്ങനെ കുക്ക് ചെയ്യാം എന്നതാണ് വീഡിയോ കാണിക്കുന്നത്. വീട്ടമ്മമാർ മുതൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ അമേരിക്കൻ മലയാളിയുടെ വീഡിയോ കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. നമ്പർ 8, ലില്ലീസ് നാച്ചുറൽ ടിപ്സ്. അധികമാർക്കും സുപരിചിതമല്ലാത്തൊരു ചാനലിൻ്റെ പേരാണ് ലില്ലീസ് നാച്ചുറൽ ടിപ്സ്. കാരണം ചാനലിൻ്റെ പേരിനുപരി അതിലെ കണ്ടൻറ്റുകൾ കാരണമാണ് 1.43 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായത്. നാച്ചുറൽ ഹെൽപ്പ് ടിപ്സ് പോലത്തെ ടിപ്സാണ് ഈ വീഡിയോയിൽ കൂടുതൽ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിലെ സബ്സ്ക്രൈബർ തീർച്ചയായും ടിപ്സ് തിരഞ്ഞു വന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കും. ഒരു അറിവ് പകർന്നു നൽകി യൂട്യൂബിൽ എങ്ങനെ വളരാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ലില്ലീസ് നാച്ചുറൽ ടിപ്സ് എന്ന യൂട്യൂബ് ചാനൽ. നമ്പർ 7, MT വ്ളോഗ്സ്. വളരെ പെട്ടെന്ന് 1 മില്യൺ എന്ന കൗണ്ടിൽ എത്താൻ കഴിഞ്ഞ ഒരു ചാനലാണ് MT വ്ളോഗ്സ്. മുജീബ് എന്ന ഒരു കെമിസ്ട്രി അധ്യാപകനാണ് ഈ ചാനലിൻ്റെ ഉടമ. മോട്ടിവേഷണൽ ടോക്സും അതുപോലെ പല എഡ്യൂക്കേഷണൽ വീഡിയോസും ആണ് മുജീബ് തൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാറ്. ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറയോ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷനോ ഒന്നുമില്ലാതെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും 1 മില്യന് മുകളിൽ ഫോളോവേഴ്സിലേക്ക് എത്താൻ കഴിയും എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു ചാനലാണ് MT വ്ളോഗ്സ്. നമ്പർ 6, വീണാസ് കറി വേൾഡ്. ചാനലിൻ്റെ പേര് പോലെ തന്നെ കുക്കിംഗ് ആണ് പ്രധാന ടോപ്പിക്. 2015 തുടങ്ങിയ ഈ ചാനൽ ഇപ്പോൾ 1.6 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഏകദേശം 800-ന് മുകളിൽ വീഡിയോകൾ വീണ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എപ്പോഴും ഒരു പുഞ്ചിരിയോടെ കുക്കിംഗ് വീഡിയോസ് ചെയ്ത് ആസ്വാദകരെ രസിപ്പിക്കുന്നു. നമ്പർ 5, ABC മലയാളം. 2016 തുടങ്ങിയ ഈ ചാനൽ ഇന്ന് ഏകദേശം 5000-ന് മുകളിൽ വീഡിയോസ് ഉണ്ട്. ഇത് മലയാളത്തിലെ ഒരു ഓൺലൈൻ ന്യൂസ് എൻ്റർടൈൻമെൻറ്റ് ചാനലായി മാറിയിരിക്കുന്നു. ഏതൊരു വ്യക്തിയും അറിഞ്ഞോ അറിയാതെയോ ABC മലയാളത്തിലെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. വളരെ സ്ട്രൈക്കിംഗ് ആയ തംബ്നെയിലാണ് ABC മലയാളം നൽകാറ്.
ഇന്ന് 1.68 മില്യൺ ഫോളോവേഴ്സാണ് ഈ ചാനലിൽ ഉള്ളത്. വ്യത്യസ്തമായ ഒരുപാട് കണ്ടൻറ്റ്സ് ദിവസേന ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്പർ 4, ഷമ്മീസ് കിച്ചൺ. ചാനലിൻ്റെ പേര് പോലെ തന്നെ കുക്കിംഗ് ആണ് ഷമ്മീസ് കിച്ചൻ്റെ പ്രധാന ടോപ്പിക്. 400-ൽ പരം വീഡിയോസ് 2017 തുടങ്ങിയ ഈ ചാനൽ ഉണ്ട്. 2 മില്യൺ ഫോളോവേഴ്സ് ആണ് ഈ ചാനലിൽ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മലയാളം ലേഡീസ് കുക്കിംഗ് ചാനൽ ഇതുതന്നെയാണ്. നമ്പർ 3, വില്ലേജ് ഫുഡ് ചാനൽ. ഏതൊരു യൂട്യൂബ് ആസ്വാദകർക്കും സുപരിചിതമായ ഒരു ചാനലാണ് വില്ലേജ് ഫുഡ് ചാനൽ. തമിഴിലുള്ള വില്ലേജ് ഫുഡ് ഫാക്ടറി എന്ന ചാനലിൻ്റെ വളർച്ച നമ്മളെല്ലാം കണ്ടതാണ്. അതിൻ്റെ ഒരു മലയാള പതിപ്പ് എന്ന് വേണമെങ്കിൽ ഈ ചാനലിനെ പറയാം. വ്യത്യസ്തമായ നാടൻ വിഭവങ്ങൾ നാട്ടിൻപുറം പശ്ചാത്തലത്തിൽ അടുപ്പുകൂട്ടി ഉണ്ടാക്കി അനാഥാലയങ്ങൾക്കും പാവപ്പെട്ടവർക്കും നൽകുന്ന ഒരു ചാനലാണ് വില്ലേജ് ഫുഡ് ചാനൽ. വ്യത്യസ്തമായ തംബ്നെയിൽസും നല്ല കണ്ടൻസുമാണ് ഫിറോസ് ചുറ്റിപ്പാറയുടെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് കാരണം. നമ്പർ 2, M4 Tech. മലയാളം ഇൻഡിവിജ്വൽ യൂട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് M4 Tech. പല വ്യത്യസ്തമായ എക്സ്പെരിമെൻറ്റ്സും ടിപ്സും ആണ് ഈ ചാനലിലൂടെ നൽകുന്നത്. കിയോ ജോസഫും പ്രവീൺ ജോസഫും ആണ് ഈ ചാനലിന് ഉടമകൾ. 2017 തുടങ്ങിയ ഈ ചാനൽ 200-ൽ പരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1, കരിക്ക്. ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നിറഞ്ഞു നിന്ന ഒരു ടോപ്പിക്കായിരുന്നു കോമഡി സ്കിറ്റ് ചാനൽസ്. AIB പോലുള്ള വലിയ ചാനലുകൾ തിളങ്ങി നിന്ന സമയത്താണ് കരിക്ക് എന്ന പേരിൽ മലയാളത്തിൽ ഒരു കോമഡി സ്കിറ്റ് ചാനൽ തുടങ്ങിയത്. നിഖിൽ പ്രസാദ് എന്ന ആളുടെ മനസ്സിലുദിച്ച ആശയങ്ങൾ കരിക്ക് എന്ന ചാനലിലൂടെ നമ്മുടെ ടീൻ മേച്ചകളിൽ എത്തിയത്. വ്യത്യസ്തമായ കോമഡിയും റിലേറ്റബിളായ ക്യാരക്ടേഴ്സും ചേർന്നുകൊണ്ട് ഇതിലെ ഓരോരോ വീഡിയോസും ഹിറ്റായി മാറി. അങ്ങനെ മലയാളം യൂട്യൂബ് ചാനലുകളിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായി മാറി കരിക്ക്. ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ 1 മില്യൺ അടിച്ചിരിക്കുകയാണ്. അതുപോലെ 1 മില്യൺ എന്ന പാതയിലേക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് മലയാളി യൂട്യൂബേഴ്സും ഇന്നുണ്ട്. നല്ല കണ്ടൻസും നല്ല തംബ്നെയിലും കൺസിസ്റ്റൻസിയായി വീഡിയോ അപ്ലോഡിങ്ങും കുറച്ച് ഭാഗ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിൽ ഒരു മില്യണിയർ ആക്കാൻ കഴിയും എന്നതാണ് ഈ ചാനലുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്.